ജാഊഹാ, അവർ സ്വർഗത്തിലേക്ക് കടന്നു വരാനിരിക്കുമ്പോൾ എത്തുമ്പോൾ വഫുതിഹത് അബ്വാബുഹാ, ഇവിടെ വാവുണ്ട്, വഫുതിഹത്, നരകം പറഞ്ഞുകൊടുത്ത് ഫുതിഹത്, അപ്പൊ തുറക്കും. വഫുതിഹത്, ആദ്യമേ സ്വർഗവാതിൽ അവരെ സ്വീകരിക്കാൻ വേണ്ടി തുറക്കപ്പെട്ട് കിടക്കുകയായിരുന്നു. വാതിലൊക്കെ തുറന്നു വെച്ച് കിടക്കുകയാണ് നേരത്തെ. സ്വർഗവാസികൾ വരുന്നതിന് മുമ്പേ സ്വർഗത്തിന്റെ കവാടം തുറന്നു വെച്ചിരിക്കുകയാണ് അവര് വരാൻ വേണ്ടി. വരുമ്പം തുറക്കണതും വരും മുമ്പേ തുറന്നു വെക്കണതും വ്യത്യാസമുണ്ട്. സ്വർഗവാസികളെ സ്വീകരിക്കാൻ സ്വർഗം ഒരുങ്ങിയിരിക്കുകയായിരുന്നു. അതപ്പോഴേക്കും ഓൾറെഡി ദ ഡോർ ഈസ് ഓപ്പൺ. അതാണ് പറയുന്നത്, സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെട്ട് കിടക്കയാണ് അവർ സ്വർഗത്തിലേക്ക് വരിക. നരകവാസികൾ വരുമ്പോൾ അങ്ങോട്ട് തുറന്നു കൊടുക്കുകയാണ്, കയറിക്കോളിയെന്ന്. സ്വർഗവാസികളെ സ്വീകരിക്കാൻ ആദ്യമേ സ്വർഗം കാത്തിരിക്കാൻ. വഖാല ലഹും ഖസനതുഹാ, സ്വർഗത്തിന്റെ ഇൻചാർജുള്ള മലക്കുകൾ പറയും, സലാമുൻ അലൈക്കും ത്വിബ്തും, നിങ്ങൾ നല്ലവരാണ്, നിങ്ങൾ നല്ലവരാണ്, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് പറയും. ഫദ്ഖുലൂഹാ ഖാലിദീൻ, പ്രവേശിച്ചോളൂ, ഖാലിദീൻ, നിങ്ങൾ എന്നെന്നും നിലനിൽക്കുന്നവരാണ്. ഇനി ഒരിക്കലും ഇവിടെ നിന്ന് പോകേണ്ടി വരില്ല. നിങ്ങൾ ഇവിടെ ഖാലിദാണ്, നിങ്ങൾക്ക് ഇനി മരണമില്ല. ഒരു മരണം മരിച്ചില്ലേ, ഇനി മരണമില്ല. അനന്തമായ ലോകത്ത് നിങ്ങൾ ഇവിടെ ആസ്വദിച്ച് ജീവിക്കാൻ. ഓരോ ദിവസവും പുതുമയുള്ള അനുഗ്രഹങ്ങൾ, ദുനിയാവിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്തത്, ഭൂമിയിൽ കണ്ടിട്ടില്ലാത്തത്. നമ്മളിവിടെ എന്തൊക്കെ ചെയ്തു കൂട്ടിയാലും സ്വർഗലോകത്തേക്ക് നോക്കി, ഇത് ഭൂമിയിലെ മണ്ണ് ഉണ്ടാക്കുന്നതല്ലേ, സ്വർഗത്തിന്റെ മണ്ണ് പോലും സുഗന്ധമാണ്, കസ്തൂരിയാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അതുകൊണ്ട് മലക്കുകൾ മുഴുവൻ അവരെ സ്വീകരിക്കുകയാണ്. വഖാലുൽ ഹംദുലില്ലാഹില്ലദീ സ്വദഖനാ വഅദഹു وأورثنا الأرض نتبوأ من الجنة حيث نشاء فنعم أجر العاملين. സ്വർഗത്തിലെത്തിയാൽ മുഅ്മിനീങ്ങൾ ആദ്യം പറയുന്ന വാക്ക് അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്ക് സ്തുതി റബ്ബേ. وقالوا الحمد لله الذي صدقنا وعده, അല്ലാഹുവേ നീ നിന്റെ വാക്ക് പാലിച്ചിരിക്കുന്നുവല്ലോ റബ്ബേ. وأورثنا الأرض نتبوأ من الجنة حيث نشاء, അല്ലാഹുവേ സ്വർഗം കണ്ടെത്താൻ, സ്വർഗം തേടിപ്പിടിക്കാൻ, സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ജോലി ചെയ്യാൻ ഞങ്ങൾക്ക് ഭൂമിയിൽ അവസരം ഒരുക്കി തന്നവനല്ലയോ അല്ലാഹുവേ നീ. من بنى لله مسجدا ولو كمفحص قطاه بنى الله له بيتا في الجنة. അല്ലാഹുവിന് വേണ്ടി ഒരു പക്ഷിക്കിരിക്കാൻ വലുപ്പമുള്ള സ്ഥലം, ഒരു പള്ളി നിങ്ങൾ നൽകിയാൽ, അല്ലാഹുവിന്റെ മസ്ജിദിന് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്താൽ, സ്വന്തമായ ഒരു പള്ളി ഒരു പക്ഷിക്കിരിക്കാനേ പറ്റുള്ളൂ. ഈ ഒരു സൗണ്ട് ബോക്സിന്റെ എത്ര വലുപ്പമുള്ള പള്ളി, അതിന് എത്ര പക്ഷിക്കിരിക്കാൻ പറ്റും? ഒരു പ്രാവിനിരിക്കാൻ പറ്റുന്ന സ്ഥലം നിങ്ങളെ കൊണ്ട് പറ്റിയുള്ളൂ. നിങ്ങൾ അത്ര പാവായിരുന്നു, പക്ഷെ നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി കൊടുത്തു. നിങ്ങൾക്ക് സ്വർഗത്തിൽ കൊട്ടാരം അല്ലാഹു നൽകും. അപ്പൊ വലിയ പള്ളിയൊക്കെ എടുത്ത എന്തായിരിക്കും കൂലി? അതിനുവേണ്ടി നിങ്ങൾ ചെലവഴിച്ച എന്തായിരിക്കും പ്രതിഫലം? അല്ലാഹുവേ നീയല്ലേ ഞങ്ങൾക്കതിന് അവസരം നൽകിയത്. സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകൾക്ക് അല്ലാഹുവേ നീ നൽകുന്ന പ്രതിഫലം എത്ര വലുതാണ്. സ്വർഗത്തിലേക്ക് സംഘമായി കടന്നു വരും. ആ സംഘമായി വരുന്ന ആദ്യത്തെ സംഘം ഹബീബായ നബി തങ്ങളുടെ സംഘമാണ്. അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു സ്വഹാബികളുടെ കാലത്ത് ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ സ്വഹാബിയാവാൻ പറ്റിയില്ല, നബി തങ്ങളുടെ അരികത്തേക്ക് വരാൻ പറ്റിയിരുന്നില്ല. താബിഇയാണ്, താബിഈങ്ങളിൽ മഹാന്മാരിൽപ്പെട്ട മഹാനാണ് അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ഇബ്രാഹിം നബിയെ പോലെ തീക്കുണ്ടാരത്തിൽ എറിയപ്പെട്ട മനുഷ്യനാണ്. അസ്വദുൽ അനസി എന്ന് പറയുന്ന കള്ളപ്രവാചകൻ യമനിൽ വെച്ച് തീയുണ്ടാക്കിയതിലേക്ക് എറിഞ്ഞു. ആ മഹാൻ വാഇളാണ്, അന്നത്തെ വാള് പറയുന്ന ആളാണ്. ഒരു രോമത്തിന് പോലും പോർലേൽക്കാതെ മഹാൻ രക്ഷപ്പെട്ടു, മദീനത്തേക്ക് ഓടി വന്നു. അങ്ങനത്തെ മഹാനാണ്. മഹാനവറുകൾ രാത്രികാലങ്ങളിൽ നിസ്കരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ കാലിന് ക്ഷീണം വന്ന് തളരുമ്പോൾ അദ്ദേഹം ഒരു ചാട്ടവാറെടുത്ത് സ്വന്തം കാലിൽ അടിക്കുമായിരുന്നത്രേ. എന്നിട്ട് പറയും, എഴുന്നേറ്റ് നിൽക്ക അബൂ മുസ്ലിമേ, നാളെ സ്വഹാബിമാരെ സ്വർഗത്തിന്റെ ആദ്യ സംഘത്തിൽ ഹബീബിന്റെ കൂടെ വരുമ്പോൾ ആ സംഘത്തിൽ നീയും വേണ്ടേ?
وسيق الذين اتقوا ربهم إلى الجنة زمرا. എന്നിട്ട് മഹാൻ തളർച്ചയോടുകൂടെ എഴുന്നേറ്റ് വീണ്ടും നിസ്കരിക്കും. എന്നിട്ട് പറയാറുണ്ട്, വല്ലാഹി ലനുസാഹിമന്നഹും അലൈഹാ حتى يعلم أصحاب محمد أنهم إنما خلفوا وراءهم رجالا والله لنزاحمنهم عليها. അല്ലാഹുവിനെ തന്നെയാണ് സത്യം, സ്വർഗത്തിന്റെ വാതിൽക്കൽ തിക്കും തിരക്കും കൂടാൻ ഞങ്ങളും ഉണ്ടായിരിക്കും സ്വഹാബത്തിന്റെ കൂടെ. പറയാ എന്തൊരു വാക്കാണതല്ലേ. സ്വഹാബികൾ ഒറ്റക്കല്ല, ഞങ്ങളും അവിടെ ഉണ്ടാകും. വല്ലാഹി ലനുസാഹിമന്നഹും അലൈഹാ. സ്വർഗത്തിന്റെ വാതിലിന്റെ ഒരു വശത്ത് നിന്ന് അടുത്തൊരു ഭാഗത്തേക്ക് യാത്ര ചെയ്യാൻ 100 കൊല്ലത്തെ വഴിദൂരമുണ്ടെന്ന് നബി തങ്ങൾ പറയുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ബൈന മിസ്റാഈൻ, സ്വർഗത്തിന്റെ വാതിലിന്റെ 2 പൊളിക്കടയിൽ വാതിലിന്റെ വിസ്താരം 100 കൊല്ലത്തെ വഴിദൂരമാണ്. തങ്ങൾ പറയാ, അങ്ങനെയാണെങ്കിലും വഹിയ ഖലീൽ, ആ വാതിൽക്കൽ തിക്കും തിരക്കും ഉണ്ടാകുന്ന ഒരു ദിവസം വരാനുണ്ട്. അന്നവിടെ തിക്കും തിരക്കുമായിരിക്കും. ഇത്ര വലിയ ഗേറ്റാണ്, ആളുകൾ കൂടാൻ ഭയങ്കര തിരക്കുള്ളൊരു സമയമുണ്ട്. ആ തിക്കും തിരക്കിലും സ്വഹാബികളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാകുമെന്ന് മഹാനായ അബൂ മുസ്ലിം അൽ ഖൗലാനി തങ്ങൾ എന്നിട്ട് പറയും, ഹത്താ യഅലമ അസ്ഹാബു മുഹമ്മദിൻ അന്നഹും ഇന്നമാ ഖല്ലഫു വറാഅഹും റിജാലാ. സ്വഹാബിമാർ അവരുടെ കാലം കഴിഞ്ഞു പോകുമ്പോൾ അവരുടെ പിൻഗാമികളായ ആളുകൾ നല്ല ആൺകുട്ടികളായിരുന്നു എന്ന് സ്വഹാബിമാർക്ക് മനസ്സിലാവണം. സ്വഹാബിമാരുടെ കാലം കഴിഞ്ഞാൽ പിന്നെ ദീൻ കൊണ്ടു നടക്കാൻ ആളുണ്ടായില്ല എന്നവർ വിചാരിക്കരുത്. അവരുടെ പിൻഗാമികൾ ഇന്നമാ ഖല്ലഫു വറാഅഹും റിജാലാ, അവർ ഒന്നാം തരം ചുണക്കുട്ടികളായിരുന്നു എന്ന് സ്വഹാബിമാർക്ക് മനസ്സിലാവണം. അതുകൊണ്ട് അബൂ മുസ്ലിമെ എഴുന്നേറ്റ് നിസ്കരിക്കെന്ന് പറഞ്ഞ് കാലിലടിക്കുകയാണ്. എന്നിട്ട് സ്വഹാബികൾ ആ വാതിൽക്കൽ തിക്കും തിരക്കും കൂടാൻ വരുമ്പോൾ വല്ലാഹി ലനുസാഹിമന്നഹും അലൈഹാ, ആ ആദ്യത്തെ സുംറയിൽ ആദ്യത്തെ സംഘത്തിൽ ഞങ്ങളും ഉണ്ടായിരിക്കും സ്വഹാബത്തിന്റെ കൂടെ. വല്ലാത്തൊരു വാക്കാണിത്, ഭയങ്കര മോട്ടിവേഷൻ നൽകുന്ന വാക്കാണിത്. അല്ലാഹു നമുക്കൊക്കെ അവിടെ എത്താൻ തൗഫീഖ് നൽകട്ടെ. അധ്വാനിക്ക് മുഅ്മിന് അധ്വാനില്ലാണ്ട് കഴിയില്ല. യാ അയ്യുഹൽ ഇൻസാനു ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖീ. ശരിക്കും അധ്വാനിച്ചാലേ അല്ലാഹുവിനെ കാണാൻ കഴിയൂ. അന്നിട്ട് അധ്വാനിക്കണം. പരീക്ഷ വരുമ്പോൾ എന്താ നമ്മുടെ അധ്വാനം? കുട്ടികളൊക്കെ അല്ലേ, ഭക്ഷണം വരെ കഴിക്കൂല, ഉറങ്ങൂല. റമളാൻ വരുമ്പോൾ വേണം അങ്ങനത്തെ ഒരു ടെൻഡൻസി. ഷഅബാനിൽ വേണം, അത് അല്ലാത്തപ്പോഴ് വേണം. ദുന്യാവിൻ്റെ വിഷയത്തിൽ നമ്മൾ ജോലിക്ക് ഭയങ്കര പങ്ക്ച്വലാണ്, ഓൺ ടൈമാണ്. കോളേജിൽ നമ്മൾ കറക്റ്റ് സമയത്ത് എത്തും, ജമാഅത്തിന് കൃത്യമായിട്ട് എത്തണം. അള്ളാഹു നൽകുന്ന അപ്പോയിൻമെന്റുകൾ കൃത്യമായിട്ട് എത്തണം. അതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. വാദിൽ അഫീഹയിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. മലക്കുകൾ വന്നിങ്ങനെ സലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ വെളിച്ച പ്രകാശത്തിൻ്റെയും മുത്തുകളുടെയും പവിഴങ്ങളുടെയും സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും അതിൻ്റെ പിറകിൽ കിടക്കുന്നത് കസ്തൂരിയുടെ കുന്നുകളാണ്. ആ കുന്നുകളിലാണ് കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ ഉണ്ടാവുക. ബാക്കിയുള്ളവരൊക്കെ വിഐപികൾ മുമ്പിലെ ചെയറുകളിൽ അവർ ഇരിപ്പിടിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങളടക്കം എല്ലാവരും ഉണ്ടാവും. അല്ലാഹു അവരത്തേക്ക് ഇറങ്ങി വരുന്നു. സലാമുൻ അലൈക്കും അഹ്ലൽ ജന്ന, സ്വർഗവാസികളെ നിങ്ങൾക്ക് എൻ്റെ രക്ഷയുണ്ട്, സലാമുണ്ട്. എല്ലാവരും സലാം അടക്കും അല്ലാഹുവിനോട്. അല്ലാഹുവിൻ്റെ ചോദ്യം വരുന്നു, ഞാൻ നിങ്ങൾക്ക് ഉരീദു അൻ അസീദകും, ഞാൻ നിങ്ങൾക്ക് ഇന്ന് കുറച്ച് ഏറെ നൽകാൻ പോവുകയാണ്. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ചോദിച്ചോളൂ. അവര് പറയും, അല്ലാഹുമ്മ റബ്ബനാ അലം തുബയ്യിദ് വുജൂഹനാ, അല്ലാഹുവേ ഞങ്ങളുടെ മുഖങ്ങൾക്ക് നീ വെളിച്ചം നൽകിയില്ലയോ, നീ ഞങ്ങൾക്ക് പ്രകാശം നൽകിയില്ലേ, വഅദ്ഖൽതനൽ ജന്ന, ഞങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് കടത്തിയില്ലയോ റബ്ബേ, അത് മതി ഞങ്ങൾക്ക്. അല്ലാഹു പറയും, സ്വർഗം ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, പക്ഷേ അതിലേറെ. എന്താ ഏറെ എന്ന് അറിയോ? അള്ളാഹുവിനെ കാണിച്ചു കൊടുക്കുകയാണ്. എന്തുകൊണ്ട്? ദുന്യാവിൽ നിങ്ങളാരും നമ്മളാരും അള്ളാഹുവിനെ കണ്ടില്ല. ചില കണ്ണുകൊണ്ട് കണ്ടാലേ വിശ്വസിക്കൂ എന്ന് പറയും.
കണ്ണുകൊണ്ട് കാണാത്ത കോടിക്കണക്കിന് സാധനങ്ങളുണ്ട് ഇവിടെ. നമ്മുടെ കണ്ണത്രയും ചെറുതാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടിയിൽ നമ്മുടെ ശരീരത്തിലെ ചെറിയ 2 സാധനമായി കണ്ണെന്ന് പറഞ്ഞാൽ ചെറിയ ഐബോൾസ്. ഇതിൻ്റെ മുമ്പിൽ അള്ളാഹുവിനെ കാണണമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മഹത്വം ഇടിച്ച് ചെറുതാക്കലാണ്. നമ്മുടെ കണ്ണിന് കാണത്തക്ക വിധം അള്ള ചെറുതാകണം എന്നാണ് പറയണത്. കഴിയൂല. മൂസാ നബിയോട് അള്ള പറഞ്ഞ മറുപടി അതാണ്, ലൻ തറാനി, ഇവിടെ വെച്ച് മൂസാ നബിയെ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയൂല. ലൻ ഉറ എന്നല്ല, അള്ളാഹിനെ കാണാൻ പറ്റും. ഇവിടെ വെച്ച് ലൻ തറാനി, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റൂല. സ്വർഗത്തിൽ കാണാം, അള്ളാഹുവിനെ കാണിച്ചു തരാം. നമ്മൾ അള്ളാഹുവിനെ കണ്ടില്ല. പുണ്യനിബിതങ്ങൾ 360-ലേറെ ബിംബങ്ങൾ ഉണ്ടായിരുന്ന മക്കയിലാണ് സംസാരിക്കുന്നത്. റസൂലുള്ളാഹി തങ്ങൾ കഅബന്റെ ഉള്ളിലും പുറത്തുമായി 360 ബിംബങ്ങൾ എന്നുണ്ട് അവിടെ മക്കയിൽ. തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെല്ലാം കല്ലുകളാണ്, സൃഷ്ടികളാണ്, ഇല്ലെങ്കിൽ ജിന്നുകളോ ഭൂതങ്ങളോ ആണ് നിങ്ങൾ ആരാധിക്കുന്നത്. പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനായ അള്ളാഹു ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമല്ല. അള്ളാഹു പ്രപഞ്ച സൃഷ്ടിയിൽ നിന്ന് അതീതനാണ്. കണ്ണുകളെ കൊണ്ട് കാണാൻ കഴിയില്ല റബ്ബിനെ. എന്നാൽ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാറ്റിനും കഴിവുള്ളവനായ റബ്ബ്, അവനാണ് നിങ്ങൾക്ക് ജീവൻ തന്നത്. നിങ്ങളുടെ ദേഹത്തുള്ള ജീവൻ നിങ്ങൾ വാങ്ങിയതാണോ? നമ്മൾ ഓരോരുത്തർ ആലോചിച്ച് നോക്കി. നമ്മുടെ കൂടെയുള്ള ജീവൻ നമ്മൾ കൊണ്ടുവന്നതാണോ? ആണോ? നമ്മൾക്ക് കിട്ടിയതാണ് അല്ലേ? ആര് തന്നു? അതിന് ഉത്തരമാണ് അല്ലാഹ്. ഇനി ഈ ജീവൻ നമ്മൾ ഉദ്ദേശിക്കാത്ത സമയത്ത് പോകും. നമ്മളാണോ കൊടുത്തേക്കണത്? അല്ല, ആരോ എടുക്കുകയാണ്. അതാരാണ്? ഹുവല്ലാഹ് യുഹ്യി വയുമീത്. ഇത് അല്ലാഹുവാണ്. ആ റബ്ബിനെ നമ്മൾ കണ്ടില്ല, കണ്ണുകൊണ്ട് കാണാൻ പറ്റിയില്ല. പക്ഷേ ഇതൊക്കെ കാണിച്ചെന്നു. ഈ സൂര്യാസ്തമയം കണ്ടില്ല, എത്ര വലുപ്പമുള്ള സൂര്യനാണ് അസ്തമിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ആ സൂര്യൻ, ചന്ദ്രൻ, ആകാശം, മേഘപടലങ്ങൾ, അന്തരീക്ഷം, വായുവിലുള്ള ഒരുപാട് ഗ്യാസുകൾ, ഓക്സിജനോ നൈട്രജനോ ഹൈഡ്രജനോ ഏതെല്ലാം, കാർബൺ ഡയോക്സൈഡ് ആവട്ടെ, ഏതെല്ലാം ഗ്യാസുകൾ നമ്മുടെ ഈ വായുവിനിടയിലൂടെ ഏതെല്ലാം TV ചാനലുകളുടെ സിഗ്നലുകൾ, ഇന്റർനെറ്റ് സിഗ്നലുകൾ, റേഡിയോ സിഗ്നലുകൾ എന്തെല്ലാം കടന്നു പോകും നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. കാണണമെന്ന് പറഞ്ഞാൽ അറ്റം പിടിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. പണ്ടൊരാൾ അങ്ങനെ ചോദിച്ചു, എന്നാ പടച്ചോനെ കാണുന്നുണ്ടോ? ഇല്ല. അപ്പം എന്നാൽ അതുണ്ടാവില്ല. അപ്പോൾ കുട്ടി ടീച്ചറോട് ചോദിച്ചു, അല്ല ടീച്ചർ നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടോ? ഉണ്ട്. ബുദ്ധി കാണാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധി ഇല്ലല്ലേ എന്ന് ചോദിച്ചു. കാണപ്പെടാത്തതില്ല എന്നെങ്ങനെ പറയാം? ഒരു സ്മോക്ക് കണ്ടാൽ, ഒരു പുകപടലം ഉയരുന്നത് കണ്ടാൽ നമ്മൾ പറയാം അവിടെ തീ പിടിച്ചിട്ടുണ്ട് അല്ലേ? തീ നിങ്ങൾ കാണുന്നില്ല, അടുത്തുള്ളവരെ കാണുന്നുള്ളൂ. ദൂരെയാ. നിങ്ങൾ ഉയരങ്ങളിലേക്ക് പോകുന്ന തീയുടെ പുക കാണുന്നുണ്ട്. പുക കാണുമ്പോൾ അറിയാം അവിടെ താഴെ തീയുണ്ട്. പുക എന്നത് തീയിന്റെ റിസൾട്ടാണ്. പുക കണ്ടാൽ മനസ്സിലാവും തീയുണ്ട്. ഈ സൃഷ്ടിപ്പ് കണ്ടാൽ മനസ്സിലാവില്ല ഇതുണ്ടാക്കിയ ആളുണ്ട്. ഇത്രയേ ഖുർആൻ പറയുന്നു. ഇത് എത്ര എളുപ്പമാണ്. തൗഹീദ് എത്ര എളുപ്പമാണ്. വെറുതെ ഫിലോസഫി പറഞ്ഞിട്ട് യുക്തിവാദികൾ തലതിരിഞ്ഞു പോവാന്നല്ലാണ്ട് അതിന് മാത്രം കോംപ്ലിക്കേഷൻ ഇല്ലല്ലോ. ഇതാര് പടച്ചു? നീ പറയും. നീയാണോ? അല്ല. നിന്റെ വല്യപ്പയാണോ? അല്ല. മനുഷ്യനാണോ? അല്ല. നമ്മളൊക്കെ വരുന്നതിന്റെ മുമ്പ് ഇതുണ്ട്. അപ്പോ ഞാനും നീയുമല്ലാത്ത മൂന്നാമതൊരാൾ, ആ ആളുടെ പേരാണ് അല്ലാഹ്. അല്ലാതെ ഒന്നുമില്ലാതെ ഒറ്റയ്ക്ക് എങ്ങനെ ഉണ്ടാവുന്നു? അല്ലാഹ് ചോദിക്കുകയാണ്. അഫില്ലാഹി ശക്ക് ഫാത്തിരിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് നടത്തിയ പടച്ചോനില്ല എന്ന് പറയേ അല്ലാഹ് പറയാനാ. അള്ളാഹുവിന്റെ വലിയൊരു ചോദ്യമാണ്. പടച്ചവനില്ല എന്നത് വളരെ നിസ്സാരമായൊരു വിഷയം. ഖുർആൻ പറയാം അഫില്ലാഹി ശക്ക്, പടച്ചോനില്ല എന്ന് പറയേ. അള്ളാഹിനെ കുറിച്ച് സംശയമോ? ഫാത്തിരിസ് സമാവാതി വൽ അർദ്, ഈ ഭൂമിയും മണൽത്തരിയും ഇതൊക്കെ പടച്ചത് പിന്നെ ആരാ ഇതൊക്കെ ചെയ്തത്? നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കുന്നു, ഈ ബിൽഡിംഗ് പെയിന്റ് ചെയ്യുന്നു, ഇതൊക്കെ ഉണ്ടാക്കുന്ന എവിടെ നിന്നാ? ഭൂമിയിൽ നിന്ന് കിട്ടുന്ന സാധനം കൊണ്ട് നമ്മൾ ഷേപ്പ് ചെയ്തതാ അല്ലേ? മണൽ വേണം, പുഴയിൽ നിന്ന് എടുക്കണം, അല്ലെങ്കിൽ പാറ പൊടിച്ചെടുക്കണം. പെയിന്റ് വേണം. പെയിന്റ് എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്? പെട്രോ കെമിക്കൽസ് പോയാ അത്യാവശ്യം പോയാ പെട്രോ കെമിക്കൽസ് എന്ന് എടുക്കും. അപ്പോ ഓരോ സാധനവും ഭൂമിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന സാധന. നമ്മളത് ഷേപ്പ് ചെയ്യാണ്. നമ്മൾക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അതാരുണ്ടാക്കിയതൊക്കെ? അതിന്റെ ഉത്തരമാണ് അല്ലാഹ്. ആ റബ്ബിനെ നമ്മൾ കണ്ടില്ല, ആ റബ്ബിനെ നമ്മൾ കണ്ണുകൊണ്ട് കണ്ടില്ല.
അതുകൊണ്ട് അള്ളാഹുവിനെ കാണാതെ നിങ്ങൾ ആരാധന ചെയ്തവരല്ലേ, ആ റബ്ബിനെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് അള്ളാഹു ചെയ്യുന്ന രണ്ടാമത്തെ, ഏറെ ചെയ്തു തരുന്നത് അള്ളാഹുവിന്റെ റുഅ്യത്താണ്. അള്ളാഹുവിന് ഭാഗ്യം നൽകട്ടെ. ലില്ലദീന അഹ്സനുൽ ഹുസ്നാ വസിയാദ. ലില്ലദീന അഹ്സനൂ, ആരൊക്കെയാണോ നന്മ ചെയ്തത്, അൽ ഹുസ്ന, അവർക്ക് നന്മയുണ്ട്, സ്വർഗമുണ്ട്. വസിയാദ, അൽ ഹുസ്ന എന്നുള്ളത് ലില്ലദീന അഹ്സനൂ, നന്മ ചെയ്തവർക്കുണ്ട് എന്തുണ്ട്, അൽ ഹുസ്ന, സ്വർഗമുണ്ട്. പിന്നെ വസിയാദ, ഏറെയുമുണ്ട്. ഏതാണ് ഏറെ? യറാഹുൽ മുഅ്മിനൂന ബിഗൈരി കൈഫിൻ വഇദ്റാകിൻ വദർബിൻ മിൻ മിസാലി ഫയൻസൗന النعيم إذا رأوه فيا خسران أهل الاعتزال. അള്ളാഹു ജല്ല ജലാലുവിനെ റബ്ബിനെ കാണാൻ നമുക്ക് കഴിയും. അള്ളാഹുവേ, ഞങ്ങൾക്കതിന് ഭാഗ്യം നൽകണേ റബ്ബേ. കൊല്ലങ്ങളോളം ഇവ വെട്ടാതെ നോക്കി നിൽക്കുന്ന റബ്ബിനെ കണ്ടാൽ ആ സന്തോഷം, ആ ഒരു രംഗം. അങ്ങനെ സ്വർഗത്തിൽ ഉറക്കില്ലല്ലോ, ഉറക്കില്ല, മരണമില്ല, ഉറക്കുണ്ടാവില്ല സ്വർഗത്തിൽ. ഉറക്കില്ല എന്ന് പറയാൻ കാരണം ഉറക്കം മരണത്തിന്റെ സഹോദരനാ. അതുകൊണ്ട് മരണം തന്നെയല്ല, അപ്പൊ മുമ്പ് സഹോദരൻ അവിടെ ഇല്ല എന്നാ. ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, ഇന്നി ഉരീദു അൻ അസീദകും, ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഏറെ നൽകുകയാണെന്ന് പറയും. ആ ഏറെയാണ് അള്ളാഹുവിനെ കാണുന്നത്. അള്ളാഹുവിന്റെ മുഅ്മിനീങ്ങൾ ഒന്നാകെ ചോദിക്കും, എന്താണ് റബ്ബിനോട് പറയേണ്ടത്? മലക്കുകൾ, മുഅ്മിനീങ്ങളും അമ്പിയാക്കന്മാരും ഇബാദും സ്വാലിഹീങ്ങളും ഒക്കെ ഒരു മശവറ നടത്തി, എന്താ അള്ളാഹിനോട് ചോദിക്കുക? എന്തോ ചോദിച്ചോളൂ, തരാന്നാ പറയണത്. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഒരഭിപ്രായം പറയും, അല്ലാഹുമ്മ അരിനാ ദാതക്, അല്ലാഹുവേ നിന്നെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. അത് പറയും, അത് ഞാൻ നിങ്ങൾക്ക് തരികയാണ്, ഞാൻ നിങ്ങൾക്ക് എന്നെ കാണിച്ചു തരാം, നിങ്ങളെന്നെ കണ്ടില്ലല്ലോ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദാത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന കോടിക്കണക്കിന് പ്രകാശത്തിന്റെ മറകളുണ്ടത്രേ. ആ മറകൾ ഇങ്ങനെ നീങ്ങി 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 വാദിൽ അഫിയഹിൽ നിൽക്കുന്ന അള്ളാഹുവിന്റെ തിരുദർശനത്തിന് അള്ളാഹു തെരഞ്ഞെടുത്ത മുഅ്മിനീങ്ങൾ ഒന്നാകെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ മുഖം കാണുകയും അവർ സുജൂദിൽ വീഴുകയും ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദാത്തിനെ റബ്ബ് കാണിച്ചു കൊടുക്കും. വാദിൽ അഫിയഹിൽ, സ്വർഗത്തിലെ ഏറ്റവും വലിയ ആനന്ദം അള്ളാഹുവിനെ കാണലാണത്രേ. ആ കാഴ്ച മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു കൊടുക്കുന്നുണ്ട്, സാധാരണക്കാർക്ക്. പിന്നെ ഹബീബായ നബി തങ്ങൾക്ക് സ്വർഗലോകത്തിനപ്പുറം അള്ളാഹു കൊണ്ടുപോയാൽ നബി തങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നതിന് എന്ത് വിരോധമാണുള്ളത്? അതുകൊണ്ടാണ് റആ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബഹു മർറതൈൻ എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ കാരണം, പുണ്യ നബി തങ്ങൾ അള്ളാഹുവിനെ 2 തവണ കണ്ടുവത്രേ. അള്ളാഹുവിന്റെ ജലാലിയത്ത് റസൂലുള്ളാഹി തങ്ങൾ ഇസ്രാ മിഅ്റാജിന്റെ യാത്രയുടെ നിർണായകമായ ഒരു രംഗത്തെത്തിയതിനെയാണ് സൂറത്തുൻ നജ്മ് പറയുന്നത്. ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്റാ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വെച്ച് അൽ ആയത്തുൽ കുബ്റാ, ഏറ്റവും വലിയ ദൃഷ്ടാന്തം. ആയാത്തി റബ്ബിഹി, അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങളൊക്കെ വലുതാണ്. അതിൽ ഏറ്റവും വലിയ ഒരു ദൃഷ്ടാന്തം അള്ളാഹുവിന്റെ റുഅ്യത്ത് അള്ളാഹു സാധിപ്പിച്ചു എന്നാവണം അതിന്റെ അർത്ഥമെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ. അള്ളാഹു റബ്ബിനെ നാളെ കാണാനുള്ള ഭാഗ്യം നൽകട്ടെ. അവിടുന്ന് തിരിച്ചു വരുന്ന വരവിലാ നബിതങ്ങൾ ഒട്ടനേകം കാഴ്ചകൾ വേറെ കണ്ടത്. അത് ഇസ്രാ യാത്രയിലെ ഈ ഉമ്മത്തിനുള്ള വലിയ വലിയ പാഠങ്ങളാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ നോമ്പ് തുറക്കാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മുടെ ബാക്കിൽ മദ്രസയാണ് അല്ലേ, ഇവിടെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും നോമ്പ് തുറക്കാൻ വേണ്ടി അങ്ങോട്ട് നീങ്ങുക. അത് കഴിഞ്ഞ് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് കുറച്ച് സമയം കൂടെ ഒരു ഇശാ ബാങ്ക് കൊടുക്കണവരെ ഇൻഷാ അല്ലാഹ് സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നോമ്പ് ഉള്ളവർക്ക് سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى اللهم صل على سيدنا محمد خير نبيك وأفضل رسلك وصفوة خلقك صلى الله على محمد النبي الأمي خاتم الأنبياء والمرسلين
سريت من حرم ليلا إلى حرم كما سرى البدر في داج من الظلم وبت ترقى إلى أن نلت منزلة من قاب قوسين لم تدرك ولم ترمي. محمد سيد الكونين والثقلين محمد سيد الكونين والثقلين والفريقين من عرب ومن عجم. വിശുദ്ധമായ ബുർദയിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിഅ്റാജുമായി ബന്ധപ്പെട്ട ഏതാനും ചില വരികളുണ്ട്. ഞാൻ ആ ഒരു വരികൾ നമുക്ക് മൗലായ മറുപടി ചൊല്ലിയിട്ട് നമുക്ക് ചെല്ലാം. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ على حبيبك خير الخلق كلهم يا خير من يمم العافون ساحته سعيا وفوق متون الأينق الرسوم. مولاي صل دائما أبدا على حبيبك خير الخلق كلهم ومن هو الآية الكبرى لمعتبر ومن هو النعمة العظمى لمغتنم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سريت من حرم ليلا إلى حرمي كما سرى البدر في داج من الظلم. مولاي صل سلم دائما أبدا على حبيبك خير الخلق كلهم. ഒരു ഹറമിൽ നിന്ന് മറ്റൊരു ഹറമിലേക്ക് നബിയെ സറൈറ്റ് അങ്ങ് രാത്രിയിൽ യാത്ര പോയില്ലേ? كما سرى البدر في داج من الظلم ഇരുളിൽ പൂർണ്ണ ചന്ദ്രൻ യാത്ര ചെയ്യുന്ന പോലെ. മിഅ്റാജാണ് പറയുന്നത്. وبت ترقى إلى أن نلت منزلة من قاب قوسين لم تدرك ولم ترمي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وقدمتك جميع الأنبياء بها والرسل تقديم مخدوم على خدمي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. بت ترقى നബിയെ അങ്ങ് ഉയരങ്ങളിലേക്ക് ഉയർന്നു പോയി. إلى أن نلت منزلة من قاب قوسين വില്ലിലേക്ക് അമ്പ് ചേരുന്ന പോലെ അടുത്തിരുന്ന് അള്ളാഹുവിന്റെ ഹദറത്തിലേക്ക് അങ്ങ് എത്തിയല്ലോ നബിയെ. ലം തുദ്റക് വലം തുറമി, ഒരാൾക്കും ഉൾക്കൊള്ളാനോ എത്തിപ്പിടിക്കാനോ കഴിയാത്ത ഒരു സ്ഥാനം. وقدمتك جميع الأنبياء بها إلى അമ്പിയാക്കന്മാരും അങ്ങയെ വന്ന് സ്വീകരിച്ചു, അങ്ങയേക്ക് മുൻഗണന നൽകി. ഏതുപോലെ ഒരു മഖ്ദൂമിന് ഖാദിമിനേക്കാൾ ഒരു മഖ്ദൂമിന് സ്ഥാനം കിട്ടുന്ന പോലെ അങ്ങേ അമ്പിയാക്കന്മാർ സ്വീകരിച്ചില്ലേ? ഇനി പറയുന്ന 7 ആകാശങ്ങളും മുറിച്ചു പോയില്ലേ? ഒക്കെ ബുർദയാണ്. وأنت تخترق السبع طباق بهم في موكب كنت فيه صاحب العلم. مولاي صل وسلم دائما أبدا
على حبيبك خير الخلق كلهم خفضت حتى إذا لم تدع شأوا لمستبق من الدنو ولا مرقى لمستنم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم خفضت كل مقام بالإضافة إذ نوديت بالرفع مثل المفرد العلمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم بشرى لنا معشر الإسلام إن لنا من العناية ركنا غير منهدم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لما دعا الله داعنا لطاعته بأكرم الرسل كنا أكرم الأمم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم വിശുദ്ധമായ ജെറൂസലേമിലെ സൊഹ്റയിൽ നിന്ന് പാറപ്പുറത്ത് നിന്നാണ് റസൂലുള്ളാഹി തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിന് മുമ്പിൽ നിന്നാണ് 7 ആകാശങ്ങളിലേക്കുള്ള യാത്ര പോകുന്നത്. അതുകൊണ്ട് ആകാശ ലോകത്തേക്കുള്ള യാത്രയുടെ ഏറ്റവും സ്ട്രാറ്റജിക്കൽ ലൊക്കേഷൻ ജെറൂസലേമാണെന്നാണ് പറയാ. ആകാശ ലോകങ്ങളിലേക്കുള്ള ഹബീബിന്റെ യാത്രയുടെ ആരംഭം എവിടെയാണ്? അതിനു മുമ്പ് ലോകത്ത് ഒന്നുപോയ എല്ലാ പ്രവാചകന്മാരുടെയും ഇമാമായി അവർക്ക് 2 റക്അത്തിന് വിധങ്ങൾ നിസ്കരിച്ചു. പാലും മദ്യവും കൊണ്ടുകൊടുത്തപ്പോ അന്ന് മദ്യം ഹറാം പോലുമായില്ല. പുണ്യവിധങ്ങൾ പാല് തെരഞ്ഞെടുത്തു. ജിബ്രീൽ തങ്ങൾ പറഞ്ഞു, ഹുദീത ഇലൽ ഫിത്ര, നബിയെ ഏറ്റവും നല്ല പ്രകൃതമാണ് അങ്ങ് തെരഞ്ഞെടുത്തത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് യാത്ര പുറപ്പെടുകയാണ്. 7 ആകാശങ്ങൾ. 1-ലെത്തിയപ്പോൾ ആദം നബി അലൈഹിസ്സലാം, 2-ൽ യഹ്യാ നബിയും ഈസ നബിയും, 3-ലുണ്ട് സൗന്ദര്യത്തിന്റെ പകുതി നൽകപ്പെട്ട നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം, 4-ലുണ്ട് നബിയുല്ലാഹി ഇദ്രീസ് അലൈഹിസ്സലാം, 5-ലുണ്ട് ഹാറൂൻ അലൈഹിസ്സലാം, 6-ലുണ്ട് മൂസ നബി അലൈഹിസ്സലാം, 7-ലുണ്ട് നബിയുല്ലാഹി വശൈഖുൽ അംബിയാഇ വഅബുൽ അംബിയാഇ ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം അലൈഹിസ്സലാം ആണെങ്കിലോ കഅബാലയത്തിന്റെ നേരെ മുകളിൽ വരുന്ന അൽ ബൈത്തുൽ മഅമൂർ എന്ന വിശുദ്ധമായ പള്ളിയിലേക്ക് ചാരി നിൽക്കുകയാണ്. മുസ്തനിദൻ ളുഹ്റഹു ഇലൽ ബൈത്തുൽ മഅമൂർ. ബൈത്തുൽ മഅമൂർ എന്നത് ബൈത്തുൽ മഅമൂർ ഖുർആൻ സത്യം ചെയ്ത വിഷയമാണത്. ബൈത്തുൽ മഅമൂറിനെ തന്നെയാണ് സത്യം. കഅബാലയത്തിന്റെ നേരെ മുകളിൽ ഭൂമിയുടെ കറക്കം എങ്ങനെയാണെങ്കിലും ആ കറക്കത്തിലും കഅബാലയത്തിന്റെ നേർരേഖയിൽ വരുന്ന 7 ആകാശങ്ങൾക്കപ്പുറത്തെ കഅബയാണ് അൽ ബൈത്തുൽ മഅമൂർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബൈത്തുൽ മഅമൂർ എങ്ങാനും ഇങ്ങ് താഴേക്ക് വീഴുകയാണെങ്കിൽ, 7 ആകാശങ്ങളും തുറന്നു വീഴുകയാണെങ്കിൽ അത് വീഴുന്നത് ലസഖതത അൽ കഅബ, അത് വീഴുന്നത് കഅബയുടെ നേരെ മുകളിലേക്കായിരിക്കും. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ, അതായത് അത്രക്കും നേർരേഖയിൽ വരുന്ന ഭവനം, അപ്പോഴാണ് ഓരോ ദിവസവും 70,000 മലക്കുകൾ ബൈത്തുൽ മഅമൂറിനെ തവാഫ് ചെയ്യുന്നുണ്ട്. ആ മലക്കുകളാരും പിന്നീട് ഒരിക്കൽ തിരിച്ചു വരില്ല. ജീവിതത്തിൽ ഒരേ ഒരു തവാഫാണ് അവർക്ക് ലഭിക്കുന്നത്. 70,000 മലക്കുകൾ വരും ഒരു ദിവസം, പിന്നെ അവർ വരാറില്ല. പുതിയ 70,000 അടുത്ത ദിവസം, ഓരോ ദിവസവും പുതിയ 70,000. അങ്ങനെയാണെങ്കിൽ മലക്കുകളുടെ എണ്ണം എത്രയാണ്?
പുണ്യനബി തങ്ങൾ പറഞ്ഞു, ആകാശ ലോകത്ത് 4 വിരൽ വെക്കാനുള്ള സ്ഥലം പോലും ഒഴിഞ്ഞു കിടക്കുന്നില്ല. ഒരൊക്കെ ഇബാദത്തിന്റെ ലോകമാണ്. മാ ഫീഹാ മൗളിഉ 4 അസ്വാബിഅ ഇല്ലാ വഫീഹാ മലക്കുൻ സാജിദ് ഔ റാകിഅ. റുകൂഇലോ സുജൂദിലോ കിടക്കുന്ന മലക്കുകളുണ്ട്. അവിടെ 4 വിരലിന്റെ സ്പേസ് പോലും അവിടെ ഒഴിഞ്ഞു കിടക്കുന്നില്ല. ഏതാണ് ആ ലോകം? ആലോചിച്ച് നോക്കി. എത്ര വലുപ്പമാണിതിന്! ഈ ദൃശ്യപ്രപഞ്ചത്തിന്റെ വലുപ്പം എത്ര നമുക്കറിഞ്ഞില്ല, എത്രയാണെന്നറിഞ്ഞില്ല. ലത്തീഫാജി പറയുന്നു, USA ഫ്ലോറിഡയിലെ നാസയുടെ സെന്ററിൽ പോയിട്ട് അവിടെ നിന്ന് സ്പേസിലേക്ക് പോകുന്ന പോലെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് അവിടെ നിന്ന് തരും. അവിടെ നമ്മൾ സ്പേസിലെത്തിയ പോലെ ശരിക്കും ഫീൽ ചെയ്യും. സ്ക്രീനിലാണ്, പക്ഷെ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. ഭൂമിയെ കാണാൻ പറ്റുന്നു. ആ ഒരു യാത്ര. അല്ലാഹുവിന്റെ ദാസരെ, വൽ അഖി സ്വാലിഹ്, സ്വാലിഹായ ഞങ്ങളുടെ സഹോദരനെ എന്ന് പറഞ്ഞ് മലക്കുകളും അമ്പിയാക്കളും ഹബീബിനെ സ്വീകരിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാഴ്ചകൾ കണ്ടുപോകുന്നു. ഈസാ നബി അലൈഹിസ്സലാമിനെ കണ്ടു എന്ന് പറഞ്ഞു. മൂസ നബിയെ കണ്ടു, ഈസാ നബിയെ കണ്ടു, യഹ്യാ നബിയെ കണ്ടു. ഷഹീദായ നബിയാണ് യഹ്യാ അലൈഹിസ്സലാം. അലൈഹിസ്സലാമിനെ അന്നത്തെ രാജാവ് അയാളുടെ പെങ്ങളുടെ മകളെ വിവാഹം ചെയ്യണമെന്ന് പറഞ്ഞു. യഹ്യാ നബി പാടില്ല എന്ന് പറഞ്ഞു. അവര് മദ്യപിച്ച്, രണ്ടുപേരും, രാജാവും ഈ പെണ്ണും മദ്യപിച്ച് ഉന്മാദിച്ച്, ആ പെണ്ണ് പറഞ്ഞു, എനിക്ക് യഹ്യാ നബിയുടെ തല തളികയിൽ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് എന്നെ കല്യാണം കഴിക്കാം. അങ്ങനെ മഹാനായ നബിയെ കൊലപ്പെടുത്തിയ ഒരു രാജാവ് ഹെറോഡ്സ്. വലിയൊരു നബിയെ, മഹാനായ യഹ്യാ നബി, അല്ലാഹു കൊടുത്ത അത്യപൂർവമായ അത്ഭുത കുട്ടിയാണത്. സഖറിയാ നബിയുടെ മകനാണത് യഹ്യാ അലൈഹിസ്സലാം. യഹ്യാ നബിയെ വധിക്കുകയാണ് ഉണ്ടായത്. മഹാനവറുകൾ കഴുത്തറുക്കപ്പെട്ട് ഷഹീദായ നബിയാണ് യഹ്യാ അലൈഹിസ്സലാം. ബത്ലഹേമിലല്ല, പിന്നെ ജെറിക്കോയിൽ, ജെറുസലേമിന് തൊട്ടപ്പുറത്ത് ഒരു 10-20 കിലോമീറ്റർ പുറത്ത്. സുബ്ഹാനല്ലാഹ്. യഹ്യാ നബി അലൈഹിസ്സലാമിന്റെ തലയോട്ടിയുടെ ഭാഗവും മഹാന്റെ കയ്യിന്റെ ഒരു ഭാഗവും ഇന്ന് തുർക്കി മ്യൂസിയത്തിലുണ്ട്. അത് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. തുർക്കി ടോപ്പ് കാപ്പി മ്യൂസിയത്തില് ഇസ്തംബൂളിൽ. സയ്യിദുന യഹ്യാ അലൈഹിസ്സലാം ഇബ്നുൽ ഖാലഹ്, എളാമയുടെയും മൂത്തമ്മയുടെയും മക്കളാ. രണ്ടുപേരും ഉമ്മ ജ്യേഷ്ഠത്തി അനുജത്തിമാരുടെ മക്കളാണ്.